കടൽ തീരങ്ങളുടെ സൗന്ദര്യം തേടി വലിയപറമ്പ കടപ്പുറത്തെത്തുന്നവർക്കറിയില്ല ഇവിടെ പതിയിരിക്കുന്ന അപകടം. യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ഇത്തരമൊരു ബീച്ചിൽ മതിമറന്നുല്ലസിക്കുന്നവരുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഈ തീരം ഒരു ദുരന്തമുഖമാകാൻ. ഇത് പെരുന്നാൾ ദിനത്തിൽ വലിയപറമ്പ ബീച്ചിലെ കാഴ്ചയാണ്. തിരയിൽ ഉല്ലസിക്കുന്ന കുട്ടികൾ, ദൂരെ ഒരു ജാഗ്രതയുമില്ലാതെ കാഴ്ചക്കാരായി അവരുടെ രക്ഷിതാക്കളും. കടൽ തീരങ്ങളുടെ താളത്തിലും തീരക്കാറ്റിന്റെ ശീതളിമയിലും ആഹ്ലാദം പങ്കിടാൻ എത്തുന്നവർ അറിയുന്നില്ല ഞൊടിയിടെ വിഴുങ്ങിക്കളയുന്ന കടലിന്റെ ഘോരരൂപം. കേരളത്തിലെ കടൽ തീരങ്ങളിൽ അപകടകരമായ സ്വഭാവമുള്ള കടൽ തീരമാണ് വലിയപറമ്പിന്റേത്. പുറംകാഴ്ചയിൽ ബീച്ചെന്ന് തോന്നുമെങ്കിലും ഇവിടെ തീരത്തിന് കടലിലേക്കുള്ള ചെരിവും അടിയൊഴുക്കും കൂടുതലാണ്. ഇതെല്ലാം അറിയുന്ന അധികൃതർ വേണ്ട ഗൗരവത്തോടെയല്ല പ്രശ്നത്തെ നോക്കിക്കാണുന്നത്. അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ആയിരങ്ങളാണ് വലിയപറമ്പ് കടൽ തീരത്തെത്തുന്നത്. നിരവധി ജീവൻ പൊലിഞ്ഞ ഇവിടങ്ങളിൽ അപകടം കയ്യെത്തും ദൂരത്തുണ്ട് എന്ന് ആരും കരുതുന്നുമില്ല. ഈ മേഖലയിൽ സുരക്ഷാ സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഒരു അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും അധികൃതർ ഇതുവരെയും മെനക്കെട്ടിട്ടില്ല. നിലവിൽ ഇവിടെ സുരക്ഷയ്ക്കായി വലിയപറമ്പ് പഞ്ചായത്തിന് കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം വളണ്ടിയർമാർ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേൽനോട്ടത്തിലാണ് ഈ ടീം പ്രവർത്തിക്കുന്നത്. എന്നാൽ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ദിവസങ്ങളിൽ ഇവരുടെ സേവനം കടൽക്കരയിൽ കാണാറേയില്ല. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഒരു ജാഗ്രതാ സമിതിയും പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത്തരമൊരു സ്ഥലത്ത് കടലിൽ അപകടത്തിൽപ്പെടുന്നവരുടെ സുരക്ഷയ്ക്കെത്താൻ ഇവിടെ ലൈഫ് ഗാർഡ് പോലുമില്ല എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും കടലോര നിവാസികളുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പലരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. സന്ദർശകർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ലൈഫ് ഗാർഡുമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ ഇതുവരെയും ആവശ്യം പരിഗണിച്ചിട്ടേയില്ല. യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ഇത്തരമൊരു ബീച്ചിൽ ഒരു ദുരന്തം വന്നെത്താൻ അധികം കാലതാമസമൊന്നും വേണ്ടിവരില്ല എന്ന് ചുരുക്കം. ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരു ദുരന്തമെത്താൻ കാത്തുനിൽക്കുകയാണ് അധികൃതർ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.